ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ബൈബാക്കിൻ്റെ അടുത്ത സെഷനിലേക്ക് പോവാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എന്തൊക്കെയാണ് ബൈബാക്ക് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസിനെ ബേസ് ചെയ്തായിരിക്കണം എപ്പോഴും ഷെയർസ് കമ്പനി ബൈബാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി അതോറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അതോറൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം? കമ്പനി ക്യാൻ ബൈബാക്ക് ഷെയർസ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇനി അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് അതോറൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അമെൻഡ് ചെയ്തിട്ട് ബൈബാക്കിനെ അതോറൈസ് ചെയ്യാനുള്ള ക്ലോസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. എന്തിനു വേണ്ടി? ബൈബാക്കിന് വേണ്ടി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ പാസ്സാക്കണം. ഇനി ടോട്ടൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവ്സിൻ്റെയും സം ടോട്ടലിൻ്റെ 10% അതിൽ താഴെയോ ആണ് ബൈബാക്ക് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരുടെ ബോർഡ് മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് അതോറൈസ് ചെയ്യാം. 10% മുകളിലാണെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. 10% അല്ലെങ്കിൽ അതിൽ താഴെയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ബോർഡ് മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ബൈബാക്ക് അതോറൈസ് ചെയ്യാം. പക്ഷേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് 1 വർഷം 1 തവണ ബൈബാക്ക് അതോറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബാക്ക് ഇൻവോൾവ് ആയിരിക്കുന്ന എമൗണ്ട്, അതായത് എത്ര ഷെയർസാണോ ബൈബാക്ക് ചെയ്യുന്നത് ആ ബൈബാക്ക് ചെയ്യാൻ വേണ്ട എമൗണ്ട് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സിൻ്റെ 25% എക്സീഡ് ചെയ്യാൻ പാടില്ല. അതായത് ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാൻ എത്ര എമൗണ്ട് ആണോ ആവശ്യം ആ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സിൻ്റെ 25% എക്സീഡ് ചെയ്യാൻ പാടില്ല. ഇനി ഇക്വിറ്റി ഷെയർസാണ് ബൈബാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ 25% എക്സീഡ് ചെയ്യാൻ പാടില്ല. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബാക്കിന് ശേഷം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 2:1. ബൈബാക്കിന് ശേഷം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാണുമ്പോൾ ഇവിടെ ഫ്രീ റിസർവ്സും ഇൻക്ലൂഡ് ചെയ്യണം ഇക്വിറ്റിയിൽ. അപ്പോൾ ബൈബാക്കിന് ശേഷം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഷുഡ് നോട്ട് ബി മോർ ദാൻ 2:1. അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് അതൊരിക്കലും ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബോണസ് ഷെയർസിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞാൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസിന് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കണം. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് ഷെയർസോ സെക്യൂരിറ്റീസോ ആണെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് ആക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ സെക്കൻഡ് കണ്ടീഷനിൽ പറഞ്ഞു ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഇനി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ ബൈബാക്ക് പ്രൊസീജിയർ 12 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഏത് ഡേറ്റിലാണോ ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായത് ആ ഡേറ്റ് മുതൽ 12 മാസം ആ കാലാവധിക്കുള്ളിൽ ഷെയർസ് ബൈബാക്ക് അല്ലെങ്കിൽ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ബൈബാക്ക് ചെയ്ത സെക്യൂരിറ്റീസിൻ്റെ ഫിസിക്കൽ ഫോമാറ്റ് 7 ദിവസത്തിനുള്ളിൽ ബൈബാക്ക് ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ ഡിസ്ട്രോയ് ചെയ്യണം. അതാണ് 7ാമത്തെ കണ്ടീഷൻ. ഇനി ബൈബാക്ക് ചെയ്തതിന് ശേഷം കമ്പനിക്ക് ബൈബാക്ക് ചെയ്ത സെയിം ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മാസം കഴിയണം. അതായത് ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ആ ബൈബാക്ക് ചെയ്ത കൈൻഡ് ഓഫ് ഷെയർസ്, സപ്പോസ് ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അത് 6 മാസത്തിന് ശേഷം മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബൈബാക്കിൻ്റെ ആവശ്യത്തിനായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ ബാങ്കിൽ നിന്നോ മണി ബോറോ ചെയ്തിട്ട് ബൈബാക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ബൈബാക്കിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു ഫുള്ളി പെയ്ഡ് ഷെയർസോ അല്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് സെക്യൂരിറ്റീസോ മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഫുള്ളി പെയ്ഡ് ആക്കണം. ഫൈനൽ കോൾ വിളിക്കുക, ഫുള്ളി പെയ്ഡ് ആക്കുക. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റിസർവ്സിൻ്റെ ക്രെഡിറ്റിൽ, അതായത് ഫ്രീ റിസർവ്സിൽ ബൈബാക്ക് ചെയ്യാൻ വേണ്ടുന്ന ആവശ്യത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസ് ഫ്രീ റിസർവ്സിൻ്റെ ക്രെഡിറ്റിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ റിസർവ്സോ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവോ യൂട്ടിലൈസ് ചെയ്താണ് ബൈബാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബൈബാക്ക് ചെയ്ത ഷെയർസിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിൻ്റെ ഈക്വലൻ്റ് എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ബൈബാക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിന് അഗൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീ റിസർവ്സിന് അഗൻസ്റ്റ് ആയിട്ടോ റൈറ്റ് ഓഫ് ചെയ്യണം.
അഞ്ചാമത്തെ കണ്ടീഷൻ, ഡിസ്കൗണ്ട് എന്തെങ്കിലും ബൈബാക്കിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിസർവ്. ആറാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നോ ഫ്രീ റിസർവ്സിൽ നിന്നോ ഉള്ള ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഉപയോഗിച്ചാണ് ബൈബാക്ക് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഈക്വൽ എമൗണ്ട് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അല്ലേ. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലുള്ള ക്രെഡിറ്റ് ബാലൻസ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, ഇനി സെബി ഗൈഡ് ലൈൻസ്. സെബി എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബി സെക്യൂരിറ്റീസ് ബൈബാക്ക് ചെയ്യുമ്പോൾ കുറേ റൂൾസ് പറഞ്ഞിട്ടുണ്ട്, ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്, എങ്ങനെയായിരിക്കണം ബൈബാക്ക് എന്നൊക്കെ ഉള്ള ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. അത് തന്നേക്കുന്ന സെബി ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് അമെൻമെൻറ്റ് റെഗുലേഷൻസ് 2013 എന്ന് പറയുന്ന ഒരു റെഗുലേഷൻ വഴിയാണ്. അപ്പോൾ സെബി ആണ് ഷെയർസിൻ്റെ ഡീലിംഗ് ഓപ്പൺ മാർക്കറ്റിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സെബി ബൈബാക്കിനെ പറ്റി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഓഫർ ഓഫ് ബൈബാക്ക് ഫോർ 15% ഓർ മോർ ഓഫ് ദ പെയ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് ഓഫ് ദ കമ്പനി ഷാൽ ബി മെയ്ഡ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. അതായത് ബൈബാക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ അഗ്രിഗേറ്റ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവ്സിൻ്റെ സം ടോട്ടലിൻ്റെ 15% മുകളിൽ എവിടെ നിന്ന് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ബൈബാക്ക് എപ്പോഴും 15% ആയിട്ട് ലിമിറ്റ് ചെയ്തേക്കാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന്. എന്തിൻ്റെയൊക്കെ സം ടോട്ടലിൻ്റെ 15% ആണ്? പെയ്ഡ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ്. രണ്ടാമത്തെ റെഗുലേഷൻ പറയുന്നത് എ കമ്പനി ഷാൽ നോട്ട് മേക്ക് എനി ഓഫർ ഓഫ് ബൈബാക്ക് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് പ്രിസീഡിങ് ഓഫർ ഓഫ് ബൈബാക്ക്. ഒരു തവണ കമ്പനി ബൈബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബൈബാക്ക് ചെയ്യാനുള്ള ഓഫർ കമ്പനിക്ക് 1 വർഷത്തിന് ശേഷം മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 1 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീണ്ടും ഒരു ബൈബാക്ക് കമ്പനിക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ മീനിങ്. തേർഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് ദ കമ്പനി ഷാൽ എൻഷുർ ദാറ്റ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ എമൗണ്ട് ഇയർമാർക്ഡ് ഫോർ ബൈബാക്ക് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ബൈയിങ് ബാക്ക് ഷെയർസ്. ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്, ഷെയർസ് അല്ലെങ്കിൽ വേറെ സെക്യൂരിറ്റീസ് ബൈബാക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഫണ്ട് അല്ലെങ്കിൽ എമൗണ്ട് ഇയർമാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ബൈബാക്കിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി എന്ത് എൻഷുർ ചെയ്യണം? ആ ഇയർമാർക്ക് ചെയ്ത ഫണ്ടിൻ്റെ അറ്റ്ലീസ്റ്റ് 50% എങ്കിലും ഈ ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ഈ ഒരു ബൈബാക്ക് പ്രൊസീജിയറിന് വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള കമ്പനി ഉറപ്പുവരുത്തണം. കൂടാതെ കമ്പനി എന്ത് ചെയ്യണം? ഫുൾ ഡിസ്ക്ലോഷർ നടത്തണം. എവിടെ? പബ്ലിക് പിന്നീട് ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ബൈബാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഫുൾ ഡിസ്ക്ലോഷർ ലെറ്റർ ഓഫ് ഓഫറിൽ സ്പെസിഫൈ ചെയ്യണം. പിന്നെ ബൈബാക്ക് ഓഫർ ഓപ്പണായിട്ട് നിൽക്കുമ്പോൾ ബോണസ് ഷെയർസ് അനൗൺസ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് വഴി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പേയ്മെൻറ്റ്സ് നടത്താൻ പാടുള്ളൂ. ബൈബാക്ക് ഓഫർ ഒരിക്കൽ ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. ഇത്രയാണ് സെബി പറയുന്ന ഗൈഡ് ലൈൻസ്. ഇനി എത്രയാണ് കമ്പനിക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമ്പർ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ്? അതിന് 3 ടെസ്റ്റ് ഉണ്ട്. റിസോഴ്സ് ടെസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ടെസ്റ്റ്, ഡെറ്റ് റേഷ്യോ ടെസ്റ്റ്. ഈ 3 ടെസ്റ്റിൽ ഏറ്റവും ലോവസ്റ്റ് ഏതാണോ അത്രയും ഷെയർസാണ് ഒരു കമ്പനിക്ക് പരമാവധി ബൈബാക്ക് ചെയ്യാൻ പറ്റുന്ന ഷെയർസിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ എണ്ണം. അപ്പോൾ റിസോഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിസോഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബാക്ക് ഷുഡ് നോട്ട് എക്സീഡ് 25% ഓഫ് അഗ്രിഗേറ്റ് ഓഫ് പെയ്ഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്സ് ഓഫ് കമ്പനി. അതായത് പെയ്ഡ് ക്യാപിറ്റലിൻ്റെയും ഫ്രീ റിസർവ്സിൻ്റെയും സം ടോട്ടലിൻ്റെ 25% എക്സീഡ് ചെയ്യാൻ പാടില്ല. എന്ത്? ബൈബാക്ക് ഓഫ് ഷെയർസ്. അതായത് 25% വരെ റെസ്ട്രിക്റ്റ് ചെയ്തേക്കാണ്, ലിമിറ്റ് ചെയ്തേക്കാണ്. അതാണ് റിസോഴ്സ് ടെസ്റ്റ്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ടെസ്റ്റ്. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ടോട്ടൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ 25% എക്സീഡ് ചെയ്യാൻ പാടില്ല. എന്ത്? ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇനി ഡെറ്റ് റേഷ്യോ ടെസ്റ്റ്. ഡെറ്റ് റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബാക്കിന് ശേഷം എത്രയായിരിക്കും ഡെറ്റ് റേഷ്യോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് 2:1 മുകളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 3 ടെസ്റ്റ് നടത്തുക. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കുറവ് കിട്ടുന്ന ഏതാണോ അതാണ് മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്ക് ബൈ ദ കമ്പനി. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടീഷൻസ് നോക്കി, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കി, മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഇതാണ് ബൈബാക്കിൻ്റെ മൊത്തം പ്രൊസീജിയേഴ്സ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനി അക്കൗണ്ടിങ് എൻട്രീസൊക്കെ ഇടുമ്പോൾ ഇതെപ്പോഴും ഇത്രയും കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വേണം. അപ്പോൾ ഇത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.